إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട, മലക്കുകളിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അതിൻ്റെ തുടർച്ച എന്നോണം ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. 3 കാര്യങ്ങൾ ഈ വിഷയത്തെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒന്ന്, നമ്മുടെ അടിസ്ഥാന അഖീദയുമായി ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മലക്കുകളിലുള്ള വിശ്വാസം, അവരെക്കുറിച്ച് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഏതൊരു കാര്യവും അതിനെ അങ്ങനെ ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മളൊരു മുഅ്മിനാകുന്നത്, മുസ്ലിം ആകുന്നത്. രണ്ടാമത്തേത്, ഇതൊരു അറിവാണ്. ചിലത് നമുക്ക് ഓർമ്മപ്പെടുത്തലാവാം, ചിലപ്പോൾ ചിലത് പുതിയ അറിവാകാം. ആ അറിവ് എന്ന നിലക്ക് നമ്മൾ അതിനെ മനസ്സിലാക്കാനും മനസ്സിൽ സൂക്ഷിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത്, ഇതിലൊക്കെ ഒരു തസ്കിയത്തുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിഫലനം ഉണ്ടാക്കണം, സ്വാധീനിക്കപ്പെടേണ്ടതുണ്ട്. കേവലം കേട്ടുപോവുക എന്നതിനപ്പുറം അത് ഒരു അറിവായി സ്വീകരിച്ച് അതൊരു നാഫിയായ അറിവായി മാറി. ഒരറിവ് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് അത് നാഫിയായ ഇൽമ് എന്ന് പറയാം, ഉപകാരമുള്ള അറിവായി മാറുക. അതോടൊപ്പം അത് നമ്മുടെ ഉറച്ച വിശ്വാസമായി രൂപപ്പെടുന്നതോടൊപ്പം ആ വിശ്വാസവും ആ വിജ്ഞാനവും നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ കഴിഞ്ഞ ഈ വിഷയത്തിൽ അവസാനം നമ്മൾ പറഞ്ഞ ഒരു ഭാഗം, മലക്കുകൾ നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നു. മലക്കുകളുടെ ജോലികളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞ ആ ഒരു പോയിന്റ് പറഞ്ഞിട്ടാണ് അന്നത്തെ ഖുത്ബ നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പൊ അത് നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. നമ്മുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ട് എന്ന് ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്ന ആ ഒരു കാര്യം, അത് നമ്മുടെ വിശ്വാസമാണ്. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ മുഅ്മിനാകുന്നത്. എന്നാൽ അതോടൊപ്പം ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്വാധീനം ഉണ്ടാക്കുന്നു? അത് തെറ്റു ചെയ്യുന്നത് കുറക്കാൻ ഇത് ഉപകാരപ്പെടുന്നുണ്ടോ? ഒരു വാചകം പറയുമ്പോൾ പടച്ചവൻ ഇത് രേഖപ്പെടുത്തപ്പെടുന്നുണ്ടല്ലോ എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടോ? ഒരു നന്മ ചെയ്യുമ്പോൾ ഒരാളുടെയും ഒരു നിലക്കുമുള്ള അംഗീകാരമോ നന്ദി വാക്കുകളോ
അഭിനന്ദനങ്ങളോ പ്രതീക്ഷിക്കാതെ ഇതൊക്കെ ഒരു രേഖയിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. നാളെ പരലോകത്ത് എനിക്ക് പടച്ചവന്റെ കോടതിയിൽ ഇത് കാണാൻ പറ്റും. ആ ഒരു നിലക്ക് സ്വകാര്യമായി നന്മകൾ വർദ്ധിപ്പിക്കാനും സ്വകാര്യമായി പോലും ജീവിതത്തിൽ തിന്മകൾ വരാതിരിക്കാനും ആ വിശ്വാസവും ആ വിജ്ഞാനവും നമുക്ക് ഉപകാരപ്പെടണം. അത് എല്ലാ കാര്യങ്ങളും പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇവിടെ നോക്കൂ, മലക്കുകളിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അവർ നമ്മുടെ തിന്മകൾ രേഖപ്പെടുത്തുന്നു. രണ്ടാമത്തേത് എന്താണ് മലക്കുകൾ ചെയ്യുന്ന ജോലികൾ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഗതി സൂറത്ത് അംബിയായിലെ 19-20 ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. വലഹു മൻ ഫിസ് സമാവാതി വൽ അർളി വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വലാ യസ്തഹ്സിറൂൻ യുസബ്ബിഹൂന അൽ-ലൈല വൻ-നഹാറ ലാ യഫ്തുറൂൻ. എന്താണ് മലക്കുകൾ ചെയ്യുന്നത്? അല്ലാഹുവിന് ചില പരിവാരങ്ങളുണ്ട്, ചില സൈന്യമുണ്ട്. മലക്കുകളെ കുറിച്ച് പറയാൻ അവർ എന്താ ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി, അല്ലാഹുവിനെ ആരാധിക്കുന്നതിൽ ഒരു നിലക്കും അഹങ്കരിക്കാത്തവരാണ്. പൂർണ്ണമായും റബ്ബിനെ ആരാധിച്ച് നിലകൊള്ളുന്നവരാണവർ. പിന്നെയോ യുസബ്ബിഹൂന അൽ-ലൈല, അവരുടെ പ്രധാനപ്പെട്ട ആരാധന എന്താണ്? മലക്കുകളുടെ പ്രധാനപ്പെട്ട ആരാധന എന്താണ്? യുസബ്ബിഹൂന അൽ-ലൈല വൻ-നഹാർ, രാവും പകലും അവർ അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ലാ യഫ്തുറൂൻ, ഇടവേളകളില്ലാതെ നിരന്തരമായി റബ്ബിന് സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. സൂറത്ത് അംബിയായിലെ ആയത്തുകളാണ് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, സുഇല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യു ദിക്രി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ഏതാണ്? പ്രവാചകൻ പറയുന്നുണ്ട്, മാ ഇസ്തഫല്ലാഹു ലിമലായികതിഹി ഔ ലിഇബാദിഹി, അത് മലക്കുകൾക്ക് വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്ത ദിക്റാണ്. ഏതാണ് ആ ദിക്ർ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇതാ മലക്കുകൾ നിരന്തരമായി ഉരുവിടുന്ന ദിക്ർ. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നത് മാത്രമാണ് മലക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. നമസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നവരുണ്ട്, സുജൂദിൽ ആയിക്കൊണ്ടേയിരിക്കുന്നവരുണ്ട്, റുക്കൂഅ നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നവരുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം, ഇന്ന ലില്ലാഹി തആല മലായികത്തുൻ, അല്ലാഹുവിന് ചില മലക്കുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇല്ലാ വഖഅത അലാ മലകുൻ യുസല്ലി, മലക്കുകളിൽ ചില ആളുകൾ ആകാശത്തൊരു കണ്ണുനീരിറ്റ് വീഴാനുള്ള സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു മലക്ക് നമസ്കരിക്കുന്നുണ്ടാകും. പിന്നെ മറ്റു പല മലക്കുകളും അവർ സുജൂദിലായിക്കൊണ്ടേയിരിക്കുകയാണ്. വേറെ ചില ആളുകൾ റുക്കൂഇലായിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ ഒരിക്കലും അവർ അവരുടെ തല ഉയർത്തിയിട്ടില്ല. സുജൂദിലായിക്കൊണ്ടേയിരിക്കുന്നവർ അവർ സുജൂദിലാണ്, അവർ അവരുടെ തല ഉയർത്തിയിട്ടില്ല. എന്നാൽ പ്രവാചകൻ പറയാൻ അവസാനം ഖിയാമത്ത് നാൾ വരെ അവർ തല ഉയർത്തുകയില്ല. ഖിയാമത്ത് നാളായാൽ അവർ അവരുടെ തല ഉയർത്തി അല്ലാഹുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയും, സുബ്ഹാനക മാ അബദനാക ഹഖ്ഖ ഇബാദതിക, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്, സുബ്ഹാനക നീ എത്ര പരിശുദ്ധനാണ്. അടുത്ത വാചകം നമ്മൾ ശരിക്ക് കേൾക്കണം, മാ അബദനാക ഹഖ്ഖ ഇബാദതിക, നിനക്ക് വേണ്ട രീതിയിൽ ഞങ്ങൾ ആരാധനകൾ അർപ്പിച്ചിട്ടില്ലല്ലോ, നീ അർഹിക്കുന്ന വിധം നിന്നെ ആരാധിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ആകാശഭൂമികളെ സൃഷ്ടിച്ച നാട് മുതൽ സുജൂദിൽ കിടന്ന ഖിയാമത്ത് നാളിൽ അല്ലാഹുവിലേക്ക് മുഖമുയർത്തി മലക്കുകൾ ചോദിക്കുന്ന സുഹൃത്തുക്കളെ, നമ്മുടെ പരിമിതമായ ആരാധനകൾ അത് എത്ര ശുഷ്കമാണ്, എത്ര പരിമിതമാണ് എന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മലക്കുകളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മലക്കുകളിലെ പ്രധാനി ആരാണ്? മലക്കുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഹയിന്റെ ചുമതലക്കാരനാണ് ആരാണ്? കുട്ടിക്കാലം മുതൽ നമ്മൾ പഠിച്ചു വരുന്നതാണ് റൂഹുൽ അമീൻ, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ജിബ്രീൽ എന്നും ജബറായീൽ എന്നും
ഖുർആനിൽ ജിബ്രീൽ അലൈഹിസ്സലാമയെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം 600 ചിറകുകളുള്ള ചക്രവാളം മറയുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണ രൂപത്തിൽ ഒരിക്കൽ വഹയിന്റെ ആദ്യ കാലഘട്ടത്തിലും പിന്നീട് മെഹറാജിന്റെ രാവിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ പൂർണ്ണ രൂപത്തിൽ കണ്ടു എന്ന സംഭവം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നസല ബിഹിർ റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. പ്രവാചകരെ ആളുകൾക്ക് താക്കീത് ചെയ്യാൻ, മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി അങ്ങയുടെ ഹൃദയത്തിലേക്ക് ജിബ്രീൽ ഇറങ്ങി വന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ശുആറയിലെ 193-194 ആയത്തുകൾ പഠിപ്പിക്കുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വഹയുമായുള്ള ഇറക്കത്തെ സംബന്ധിച്ച്, പ്രവാചകന് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, മാന്യനായ ഒരു ദൂതനാണ് ആ വാക്കുകൾ പ്രവാചകന് പറഞ്ഞു കൊടുത്തത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമയെ സൂചിപ്പിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്റെ ഹദീസുകളിലും ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വന്നതും ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ യഥാർത്ഥ രൂപത്തിലല്ലാതെ വന്നും പ്രവാചകനെ ജിബ്രീൽ അലൈഹിസ്സലാമയെ കാണാതെ വഹി വന്നതിനെ സംബന്ധിച്ച് പ്രവാചകന്റെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു മലക്കിന്റെ പേരാണ് ഇസ്രാഫീൽ. ഇസ്രാഫീലിന്റെ ചുമതലയെ സംബന്ധിച്ച് നമുക്കറിയാം. സൂർ എന്ന ഒരു സംവിധാനം, ഒരു കാഹളമുണ്ട്. അതിൽ ഊതപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ലോകാവസാനം സംഭവിക്കുക. 2 തരത്തിൽ അതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം ഹദീസുകളുടെ വെളിച്ചത്തിൽ. 2 ഊത്തുകളാണുള്ളത്. ഒന്ന് ലോകം അവസാനിക്കാനും, 2 മഹ്ശറിൽ മനുഷ്യരെ പുനർജീവിപ്പിക്കുവാനും. അതെല്ലാം 3 ഊത്തുകളുണ്ട്, 3 നഫ്ഹാത്തുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, ലോകാവസാനത്തിന്റെ ഫിത്നകൾക്ക് തുടക്കം കുറിക്കാൻ. പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഇവിടെ ഉണ്ടാകും. ഈ ദുനിയാവിന്റെ ഖിയാമത്തുമായ എന്ന ഈ ലോകാവസാനത്തെ കുറിച്ച് പറയുമ്പോൾ ഫിത്നകൾക്ക്, പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള ഒരു ഊത്തുണ്ടാകും. ലോകം അവസാനിക്കുന്ന ഒരു ഊത്തുണ്ടാകും. അതുപോലെ തന്നെ ഖിയാമത്ത് നാളിൽ മനുഷ്യരെ പുനരെഴുന്നേൽപ്പിക്കുന്നതിന് മുമ്പ് ഇസ്രാഫീലിന് ജീവൻ നൽകി ഇസ്രാഫീലിനോട് ഊതാൻ പറയും. അതാണ് അല്ലാഹുവിലേക്ക് അവർ ഒരു നാട്ടക്കിരിയിലേക്ക് എന്ന പോലെ ആളുകൾ ഇസ്രാഫീലിന്റെ ഊത്തുണ്ടാകുമ്പോ ഓടി തങ്ങൾ മരിച്ചു വീണടന്ന് ജനിച്ച് പുനരെഴുന്നേൽപ്പിക്കപ്പെട്ട ഓടിപ്പോകുമെന്നൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് സുഹൃത്തുക്കളെ, ഇസ്രാഫീലിനെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ച വാചകം നമ്മൾ പരലോകത്തെ കുറിച്ച് എത്ര കണ്ട് ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നതിലേക്ക് വ്യക്തമായ സൂചന നൽകുന്നതാണ്. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, കൈഫ അൻഅം, എങ്ങനെയാണ് ഞാൻ ആസ്വദിക്കുക, എങ്ങനെയാണ് ഞാൻ ഈ ജീവിതത്തെ അനുഭവിക്കുക. വസാഹിബുൽ ഖർൻ, അസ്വൂറിന്റെ ആളുണ്ടല്ലോ, കാഹളത്തിന്റെ കൊമ്പിന്റെ ഉടമ, അയാൾ തന്റെ കാഹളം എടുത്തിരിക്കുന്നു, സൂറെടുത്തിരിക്കുന്നു. എന്നിട്ടോ അയാൾ തന്റെ നെറ്റി ചുളിച്ച് അർശിലേക്ക് നോക്കി കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? അല്ലാഹു അയാൾക്ക് അനുവാദം ലഭിക്കാൻ വേണ്ടി. ആ അനുവാദം ലഭിച്ചാൽ അത് ഊരും, ഈ രോഗം അവസാനിക്കും. നോക്കൂ, ആ കർണെടുത്ത് സൂറെടുത്ത് അത് തന്റെ ചുണ്ടോട് ചേർത്ത് വെച്ച് അല്ലാഹുവിന്റെ അർശിലേക്ക് നോക്കി നെറ്റിത്തടം ചുളിച്ച് റബ്ബിന്റെ അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഇസ്രാഫീലിനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ആളുകൾക്ക് അവരുടെ വിചാരണ എടുത്തിരിക്കുന്നു, പക്ഷെ അവർ അശ്രദ്ധയിലായി തിരിഞ്ഞു കളയുകയാണ്. നമ്മൾ അശ്രദ്ധയിലാണോ? നമ്മുടെ വിചാരണ എടുത്തിട്ടുണ്ട്. പ്രവാചകന്മാരെ പൂർവ്വപ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിച്ച് പ്രവാചകൻ പറഞ്ഞു, ഒരു പകരാണ് ഈ ദുനിയാവെങ്കിൽ അസർ വരെയുള്ള കാലം കഴിഞ്ഞു, അസറിന് ശേഷമുള്ള സമയമാണ് എന്റെ നിയോഗം ഉണ്ടായിട്ടുള്ളത്. പകൽ അവസാനിക്കുമ്പോ ലോകാവസാനം ഉണ്ടാകും, പരലോകമുണ്ടാകും, വിചാരണയുണ്ടാകും. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മരണത്തിന്റെ മലക്കുകളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും
വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അസ്റായീൽ എന്ന് സാധാരണ പേര് പറയാറുണ്ട്. ഖുർആനിലോ ഹദീസുകളിലോ അസ്റായീൽ എന്ന ഒരു പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല. എങ്ങനെയോ മുസ്ലിം സമൂഹത്തിൽ ഇത് സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. മലക്കുൽ മൗത്ത് എന്ന വാചകമാണ് പ്രമാണങ്ങളിലുള്ളത്. ഒരു മലക്കല്ല മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നത്, അനേകം മലക്കുകളാണ്, ഒരു സംഘമാണ്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ആ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹത്താ ഇദാ ജാ അഹദകുമുൽ മൗത്ത്, ഒരാൾക്ക് മരണം ആസന്നമായാൽ തവഫത്തുഹു റുസുലുനാ, നമ്മുടെ ദൂതന്മാർ അയാളെ മരിപ്പിക്കും. വഹും ലാ യുഫർരിതൂൻ, അവർ ഒരു വീഴ്ചയും അതിൽ വരുത്തുകയില്ല. റസൂൽ എന്ന ഏകവചനമാണ് ദൂതൻ എന്നർത്ഥം. റുസുൽ ദൂതന്മാർ എന്ന ബഹുവചനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക, നമുക്ക് പരിചയമുള്ള ആയത്താണ്. അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്ന് പ്രഖ്യാപിച്ച ആളുകൾക്ക് മരണം ആസന്നമായാൽ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ എന്നല്ല മലായികത്ത് വരും ബഹുവചനമാണ് പ്രയോഗിച്ചത്. എന്നിട്ട് അവർ പറയും അല്ലാ തഖാഫു വലാ തഹ്സനൂ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട. വാബിശിറൂ ബിൽ ജന്നത്തിൽ ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് കരാർ ചെയ്യപ്പെട്ട സ്വർഗ്ഗമുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്ന് ആ മലക്കുകൾ പറയും. നഹനു, ഞങ്ങൾ, മലക്കുകൾ പറയണം ഞങ്ങൾ, ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, ഈ ദുനിയാവിലും പരലോകത്തും നിങ്ങളുടെ വലിയമാരാണ്, നിങ്ങളുടെ മിത്രങ്ങളാണ് എന്ന് അവര് സന്തോഷ വാർത്ത അറിയിക്കുമെന്നൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പരലോകത്ത് മരണത്തോടടുക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് വരുന്ന മലക്കുകളെ സംബന്ധിച്ച് വേറെയും ധാരാളം സൂറത്തുൽ നഹലിലെ 25 മുതൽ 32 വരെയുള്ള ആയത്തുകളിൽ കാഫിറിന്റെ അവിശ്വാസിയുടെ തിന്മ ചെയ്യുന്നവന്റെ മരണം എങ്ങനെയാണ്, നന്മ ചെയ്യുന്നവന്റെ വിശ്വാസിയുടെ മരണം എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാൻ സാധിക്കും. അല്ലദീന തതവഫാഹുമുൽ മലായിക, മലക്കുകൾ റൂഹ് പിടിക്കും, മരിപ്പിക്കും. ആരെ? ളാലിമീ അൻഫുസഹും, തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യരുടെ. എന്നിട്ടോ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖങ്ങളിലും മുഖങ്ങളിലും മാരകമായ രൂപത്തിൽ പ്രഹരിക്കുമെന്ന് അടിക്കുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അല്ലാഹുവിനെ സൂക്ഷിച്ച് ഭക്തിയോടുകൂടി തഖ്വയോടുകൂടി ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം വഖീല ലില്ലദീന തഖൗ മാദാ അൻസല റബ്ബുക്കും ഖാലൂ ഖൈറാ, നന്നായി ജീവിച്ച ആളുകളോട് അവർ ഖൈറ, നന്മയാണ് പറയുക. മാത്രമല്ല ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹിൽ ഹയാത്തിദ് ദുനിയ ഹസന, ഈ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വലദാറുൽ ആഖിറത്തി ഖൈർ വലനിഅമ ദാറുൽ മുത്തഖീൻ ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, പരലോകത്ത് വരാനിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ച്, തോട്ടങ്ങളെ സംബന്ധിച്ച്, സുഖാനുഭവങ്ങളെ കുറിച്ച് അവർ സന്തോഷ വാർത്ത അറിയിക്കും. അല്ലദീന തതവഫാഹുമുൽ മലായികത്തു തയ്യിബീൻ യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്ന ബിമാ കുൻതും തഅലമൂൻ. അവരെ ആ നല്ല മനുഷ്യരുടെ റൂഹ് പിടിക്കുമ്പോ മലക്കുകൾ വന്നിട്ട് പറയും സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ, ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബർസ്ഥാനിൽ മയ്യത്തുമായി എത്തി ഖബറിന്റെ പണി പൂർത്തിയാക്കാതെ മയ്യത്ത് അവിടെ വെച്ച് കാത്തിരുന്ന് സഹാബത്തിനോട് നൽകിയ ഒരു ഉപദേശം നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ എന്താ പറഞ്ഞത്? ദുനിയാവിൽ നിന്ന് മനുഷ്യനെ കഴിഞ്ഞു പോകുമ്പോ ആഖിറം മനുഷ്യരിലേക്ക് ഇങ്ങനെ അടുത്തു വരുമ്പോ അവന്റെ അരികിലേക്ക് മലക്കുകൾ വരും. ഒരു നല്ല മനുഷ്യനാണെങ്കിൽ അവന്റെ അരികിലേക്ക് വരുന്ന വാനലോകത്ത് നിന്ന് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരും. അവരുടെ മുഖം വെളുത്തു തൊടുത്തതായിരിക്കും. അവരുടെ മുഖം സൂര്യ സമാനമായ തേജസ്സോടുകൂടിയായിരിക്കും. അവരുടെ സ്വർഗത്തിൽ നിന്നുള്ള കഫംപടവകൾ ഉണ്ടാവും. അവരുടെ കൈകളിൽ സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധങ്ങൾ ഉണ്ടാകും.
സ്വർഗത്തിൽ നിന്നുള്ള കഫംപുടവയോടെ, സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധങ്ങളോടെ, നല്ല മനുഷ്യന്റെ കയ്യിലേക്ക് സൂര്യതേജസ്സോടെ വെളുത്തു കൊടുത്ത മുഖങ്ങളുമായി മരണത്തെ കൊണ്ടുപോകാൻ, രോഗനെ കൊണ്ടുപോകാൻ മലക്കുകൾ വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഒരു ചീത്ത മനുഷ്യനാണെങ്കിലോ കാണാൻ വിരൂപമായ ഭീകരമായ മുഖത്തോടുകൂടിയാണ് മലക്കുകൾ വരിക. അവന്റെ ആത്മാവിനെ ഫലമായി വളരെ ഒട്ടും ആശ്വാസകരമല്ലാത്ത ഉയരത്തിൽ വലിച്ചു പിടിച്ചു കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, മരണത്തിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്കുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിൽ, പ്രവാചകന്റെ ഹദീസുകളിൽ ധാരാളം കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നരകത്തിന്റെ മലക്കുകളെ കുറിച്ച്, നരകത്തിന്റെ ചുമതലക്കാരായ മലക്കുകളെ കുറിച്ച് ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്നു. ചില മലക്കുകളുടെ ഉത്തരവാദിത്തം അവർക്ക് നരകത്തിന്റെ ചുമതലയാണ്. നരകം വലിച്ചു കൊണ്ടുവരുന്ന മലക്കുകളുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചത് 70 കടിഞ്ഞാണുകളിൽ 70 ചങ്ങലകളിലാണ് പരലോകത്ത് നരകം വലിച്ചു കൊണ്ടുവരിക. ഓരോ ചങ്ങലയിലും 70,000 ചങ്ങലകളിൽ, ഓരോ ചങ്ങലകളിലും 70,000 മലക്കുകൾ ഉണ്ടാകും. 70,000 ചങ്ങലകളിൽ നരകം വലിച്ചു കൊണ്ടുവരപ്പെടും. ഓരോ ചങ്ങലയിലും 70,000 മലക്കുകൾ ഉണ്ടാവും. അവരുടെ ഉത്തരവാദിത്തം അതാണ് അല്ലെ? നരകത്തിന്റെ കാവൽക്കാരായ ആളുകളുണ്ട്. ജൂതന്മാർ പ്രവാചകനോട് വന്ന് ചോദിക്കുന്നുണ്ട്, ഒരു സഹാബിയോട്, നരകത്തിന് കാവൽക്കാരുണ്ടോ? അവർ എത്ര ആളുകളാണ്? സഹാബി പറയുന്നു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനറിയാം. വഹി കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രവാചകനറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് സഹാബി പറയുന്നു, പ്രവാചകരെ ഇങ്ങനെ ചോദിച്ച് ജൂതന്മാരിൽ ഒരു വിഭാഗം ആളുകൾ. അപ്പോഴാണ് സൂറത്ത് മുദ്ദസ്സിറിൽ ആയത്തിറങ്ങുന്നത്, അലൈഹാ 19 കാവൽക്കാരുണ്ട് നരകത്തിനെന്ന്. 19 കാവൽക്കാരുണ്ടെന്ന്. നരകത്തിന്റെ കാവൽക്കാരില് പ്രധാനിയാരാണ്? നേതാവാണ് മാലിക് എന്നാണ് പേര്. മാലിക് ഖാസിനു ജഹന്നം, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്. നരകത്തിലെ ആളുകളുടെ സംസാരം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു വരുന്നിടത്ത് കാണാം. നരകത്തിലെ വേദനകൾ, യാതനകൾ, പ്രയാസങ്ങൾ സഹിക്കാൻ കഴിയാതെ അനുഭവിച്ച് അതിന്റെ പ്രയാസങ്ങൾ സഹിക്കാൻ കഴിയാതെ നരകത്തിലെ ആളുകൾ മാലിക്കിനെ വിളിച്ചു പറയാണ്, യാ മാലിക് അള്ളാഹുവിനോടൊന്ന് പറയും, ഞങ്ങളെ ഒന്ന് മല്ലിപ്പിച്ചു തരാൻ, ഈ ജീവിതം ഒന്ന് അവസാനിപ്പിച്ചു തരാൻ അള്ളാഹുവിനോട് പറയും. അപ്പോ മാലിക് തിരിച്ചു പറയുന്ന വാചകം, നിങ്ങൾ ഇന്നും ഇതിൽ താമസിക്കും, നിങ്ങൾക്ക് മരണമില്ല. അറിയോ, മാലിക്കിനെ മെഹറാജിന്റെ രാവിൽ പ്രവാചകൻ കണ്ട ഒരു സന്ദർഭം വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകൻ പറയുന്നത്, ഞാൻ ഓരോ ആകാശങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴും അതിന്റെ വാതിലുകൾ എനിക്ക് മുന്നിൽ തുറക്കപ്പെടും. ഓരോ വാതിലുകൾ എനിക്ക് മുന്നിൽ തുറക്കപ്പെടുമ്പോഴും അവിടെ എന്താണ് സംഭവിക്കുക? ഞാൻ അവിടുത്തെ ആളുകളെ കാണുമ്പോ അവരെന്നെ സ്വാഗതം ചെയ്യും, അവരെന്നോട് ചിരിക്കും. പുഞ്ചിരിച്ച് ചിരിയോടുകൂടി ഓരോ വാനലോകത്തെയും മലക്കുകൾ എന്നെ സ്വാഗതം ചെയ്യും. ഇല്ല വാഹിദ്, ഒരാളൊഴികെ. അവർ അയാൾ എന്നെ സ്വാഗതം ചെയ്തു, പക്ഷെ എന്നോട് ചിരിച്ചില്ല. ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, മൻഹാദ, ആരാണ് ഈ മനുഷ്യൻ? അപ്പോ ജിബ്രീൽ പറഞ്ഞു, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കാണത്. സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ മാലിക് ചിരിച്ചിട്ടില്ല. ആരോടെങ്കിലും മാലിക് ചിരിക്കുമായിരുന്നെങ്കിൽ പ്രവാചകരെ അങ്ങയോട് ചിരിക്കേണ്ടിയിരുന്നു. അത്ര ശക്തനായ, ഒട്ടും നൈർമല്യമില്ലാത്ത, സൗമ്യതയില്ലാത്ത ഒരു കാവൽക്കാരെ ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് വേണ്ടി. ആ നരകമാണ് കുറ്റവാളികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്വർഗത്തിന്റെ കാവൽക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെയും മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗത്തിനും സൂറത്ത് സുമറിന്റെ അവസാന ഭാഗം, സംഘം സംഘമായി സ്വർഗത്തിന്റെ അരികിലേക്ക് അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിച്ച ആളുകൾ ഇങ്ങനെ നയിക്കപ്പെടുമ്പോ, അവർ അതിന്റെ അടുത്തെത്തിയാൽ, അതിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടാൽ, അതിന്റെ കാവൽക്കാർ അവരോട് പറയും, സലാമുൻ സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ,
നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ. തീർത്തും നിങ്ങളുടെ ജീവിതം തൊയ്യിബായിരുന്നു, നിങ്ങൾ നല്ല ജീവിതം നയിച്ച ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളിതിൽ ഇനി സ്ഥിര താമസക്കാരനാകാൻ വേണ്ടി ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ എന്ന് പറയപ്പെടുമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. പ്രവാചകൻ സ്വർഗ കവാടത്തിന്റെ മുന്നിൽ നിൽക്കുന്ന രംഗം അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. പ്രവാചകൻ സ്വർഗത്തിന്റെ അടുത്തെത്തും. അപ്പോ അതിന്റെ വാതിലുകൾ തുറക്കാൻ പ്രവാചകൻ ആവശ്യപ്പെടും. അതിന്റെ കാവൽക്കാരൻ റിളുവാൻ ആണ് പ്രധാന കാവൽക്കാരൻ. റിളുവാൻ ചോദിക്കും, മൻ അൻത്, ആരാണ് നീ? പ്രവാചകൻ പറയും, അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. നിനക്കിത് തുറന്നു തരാനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങേക്ക് മുമ്പ് ഒരാൾക്കും ഈ സ്വർഗത്തിന്റെ വാതില് ഞാൻ തുറക്കപ്പെടരുത് എന്നാണ് എനിക്കുള്ള കൽപ്പന. ആദ്യത്തെ നബി ആദം നബിയാണ്. ആദ്യത്തെ സമൂഹം ആദം നബിയുടെ സമൂഹമാണ്. അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവസാന ഉമ്മത്ത് മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ്. എന്നാൽ പരലോകത്ത് ഓരോ കാര്യത്തിലും ആദ്യത്തെ പ്രവാചകൻ മുഹമ്മദ് നബിയും ആദ്യത്തെ സമുദായം മുഹമ്മദ് നബിയുടെ ഉമ്മത്തായിരിക്കുമെന്നാണ്. ആദ്യം സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. അർശ് ചുമക്കുക എന്ന അല്ലാഹുവിന്റെ അർശ് ചുമക്കുക എന്ന ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്കുകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ ഹദീസിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു പറയുന്നു, വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ. അന്ന് പരലോകത്ത് ഖിയാമത്ത് നാളിൽ 8 മലക്കുകൾ അല്ലാഹുവിന്റെ അർശ് ചുമക്കുമെന്ന് സൂറത്തുൽ ഹാഖിലെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു വീണ്ടും പഠിപ്പിക്കുന്നു, അല്ലദീന യഹ്മിലൂനൽ അർശ്, അർശ് ചുമക്കുന്ന ആളുകളുണ്ടല്ലോ, വമൻ ഹൗലഹു, അവർക്ക് ചുറ്റുമുള്ളവരും, യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവർ അല്ലാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വയുമിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ, വിശ്വാസികൾക്ക് വേണ്ടി അവർ പാപമോചന പ്രാർത്ഥന നടത്തുന്നു. റബ്ബനാ വസഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ. എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവേ, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും നിന്റെ കാരുണ്യവും നിന്റെ അറിവും എത്തിപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ, നിന്നെ സൂക്ഷിച്ച് ജീവിക്കുന്ന, തൗബ ചെയ്യുന്ന, നിന്റെ വഴി പിന്തുടരുന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കുകയും അവർക്ക് നരക ശിക്ഷയിൽ നിന്ന് അവരെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് അർശ് ചുമക്കുന്ന മലക്കുകൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് സൂറത്തുൽ ഹാഖിറിലെ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ സുഹൃത്തുക്കളെ കുറച്ച് വേഗതയിൽ നമ്മളിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത്തരം ഉത്തരവാദിത്തങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ പ്രത്യേകമായ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളെയാണ് നമ്മൾ മലക്കുകൾ എന്ന് വിളിക്കുന്നത്. അവരുടെ ഉത്തരവാദിത്തങ്ങൾ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങളാണ് ഈ ആയത്തുകൾ, ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അതൊരു അറിവായി നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുകയും അത് നമ്മുടെ വിശ്വാസമായി സ്വീകരിക്കുകയും ആ വിശ്വാസത്തിനനുസരിച്ച് നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ സ്വകാര്യ ജീവിതം ക്രമീകരിക്കാൻ പരിശ്രമിക്കുകയും വേണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സമയത്തും സന്ദർഭത്തിലും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ സാമ്പത്തിക സമാഹരണം നമ്മുടെ പള്ളിക്ക് വേണ്ടിയാണ്, പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടിയാണ്. എല്ലാവരും മനസ്സറിഞ്ഞ് സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം പുറത്ത് ഒരു സഹോദരൻ, വ്യക്തിപരമായി പ്രയാസം നേരിടുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ആവശ്യം ഉന്നയിച്ചു വന്നിട്ടുണ്ട്. അയാളെയും കഴിയുന്ന ആളുകൾ, ആ സഹോദരനെയും കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചിരുന്നു, കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് വേണ്ടി സമ്മറൈസ് എന്ന പേരിൽ ഒരു 3-4 ദിവസത്തെ ക്ലാസ് എല്ലാ ദിവസവും കരിങ്ങനാട് വെച്ച് നടക്കുന്നുണ്ട്. കരിങ്ങനാട് സലഫി സെന്ററിൽ വെച്ച് 2 ദിവസം കൂടി ക്ലാസ് ഉണ്ട്. നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ കഴിയുന്നവരൊക്കെ പങ്കെടുപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് മലക്കുകളുമായി ബന്ധപ്പെട്ട വിശ്വാസ രംഗത്ത്
നമ്മൾ സ്വീകരിക്കേണ്ട, അറിയേണ്ട, മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഒരു 2 പോയിന്റ് കൂടെ അതിലേക്ക് അവരുടെ മലക്കുകളുടെ ജോലിയെ സംബന്ധിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് അവസാനിപ്പിക്കാം. ഒന്ന്, ദിക്ർ, അള്ളാഹുവിനെ ഓർക്കുന്നവരെ അന്വേഷിച്ച് നടക്കുന്ന മലക്കുകളുണ്ട്. ഇന്നലില്ലാഹി മലായികത്തും യതൂഫൂന ഫിത്തുറഖ് യൽതമിസൂന അഹ്ലദ് ദിക്ർ. അള്ളാഹുവിന് ചില മലക്കുകളുണ്ട്, പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അവരിങ്ങനെ വഴിയോരങ്ങളിലൂടെ നടക്കുന്നു. എന്താണ് അവർ അന്വേഷിക്കുന്നത്? യൽതമിസൂന അഹ്ലദ് ദിക്ർ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന, അല്ലെ, അള്ളാഹുവിനെ ഓർക്കുന്ന, സുബ്ഹാനല്ലാഹ് പറയുന്ന, അൽഹംദുലില്ലാഹ് പറയുന്ന, ഖുർആൻ ഓതുന്ന. ഏറ്റവും വലിയ ദിക്ർ ഖുർആൻ പറയാനാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതൊക്കെ അധികാരങ്ങളാണ്. അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ മലക്കുകൾ അന്വേഷിച്ച് നടക്കുകയും എന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയൂ, അത് നിർവഹിക്കപ്പെടാമെന്ന് അവർ പ്രഖ്യാപിക്കുകയും അവരുടെ ചിറകുകൾ കൊണ്ട് ചുറ്റിപ്പൊതുകയും ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ദിക്റുകൾക്കുള്ള ഒരു മഹത്വമാണ് പഠിപ്പിക്കുന്നത്. അതും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇത് വിശദീകരിക്കുന്ന വേറെയും ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മറ്റൊന്ന്, വെള്ളിയാഴ്ചകളിൽ പള്ളിയിലേക്ക് കയറുന്ന ആളുകളുടെ എണ്ണം കണക്കെടുക്കുന്ന മലക്കുകളെ സംബന്ധിച്ച് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുകയാണ്, ഇദാ കാന യൗമൽ ജുമുഅ, വെള്ളിയാഴ്ചയായാൽ വഖഫത്തുൽ മലായികതു അലാ ബാബിൽ മസ്ജിദ്, പള്ളിയുടെ വാതിൽക്കൽ ചില മലക്കുകൾ നിൽക്കും. യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ, ഓരോരുത്തരായി അവർ പേരെഴുതും. ഫഇദാ ഖറജൽ ഇമാം, ഇമാമ് മിമ്പറിലേക്ക് പുറപ്പെട്ടാൽ സുഹുഫഹും, അവർ അവരുടെ പേജുകൾ, അവർ എഴുതി വെക്കുന്ന രേഖകൾ അവർ മടക്കി വെക്കും. എന്നിട്ട് അവർ ഖുത്ബ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന. ഇതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കുകയും പാലിക്കുകയും വേണം. പലപ്പോഴും നമുക്കതിന് സാധിക്കാറില്ല. ഞാൻ പലപ്പോഴും ഒരു ജാമ്യം എടുത്തിട്ടാണ് ഈ വിഷയം പറയാറുള്ളത്. എന്താ പറയുക, അത്യാവശ്യം കൊണ്ട് വൈകി പോകുന്ന ആളുകളുണ്ടാവും. നമ്മളിപ്പോഴും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. വളരെ പ്രയാസകരമായ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വൈകി പോകുന്ന ആളുകളുണ്ടാവും. പക്ഷേ നമ്മൾ വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നുണ്ടെന്ന് ഓരോരുത്തരും ഒരു ആത്മവിചിന്തനം നടത്തണം. എല്ലാവരും അങ്ങനെ ബോധപൂർവം വൈകിക്കുന്നു എന്നല്ല പറഞ്ഞത്. നമ്മൾ ഓരോരുത്തരും ആത്മവിചിന്തനം നടത്തണം. ഞാൻ ശരിക്ക് സമയത്തിന് എത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ എന്നൊന്ന് ആലോചിക്കണം. അല്ലെ, നമ്മളോട് ഒരു ഡോക്ടർ ഒരു 7 മണിക്ക് എല്ലാ ദിവസവും രാവിലെ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അപകടം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? ആ സമയത്തിന് നല്ല ശ്രദ്ധ കൊടുക്കും, അല്ലെ? ആ കൃത്യസമയം നമ്മൾ പാലിക്കും. നമ്മളോട് എയർപോർട്ടിലേക്ക് ഇന്ന സമയത്തിന് എത്ര, അല്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സാവുക, നമ്മൾ എന്ത് ചെയ്യും? റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എന്ത് ചെയ്യാം? ആ സമയം പാലിക്കും. ആ സമയം നമ്മൾ പാലിക്കും. എന്ത് വില കൊടുക്കും? അതിനുവേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ നേരത്തെ നടത്തും. പക്ഷെ സഹോദരങ്ങളെ, വെള്ളിയാഴ്ചയിൽ ഒരു വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയായിട്ടുള്ള, അനിവാര്യമായ ഫർള് ജുമുഅയുടെ കാര്യത്തിൽ അത് ഖുത്ബ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ എത്തണമെന്ന ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ ഭൗതികമായ എല്ലാ വിഷയങ്ങളെക്കാൾ എത്ര പ്രധാനപ്പെട്ടതാണിത്? ഓരോ വെള്ളിയും രാവിലെ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? അതിനുവേണ്ടി എന്ത് പരിശ്രമമാണ് നമ്മൾ നടത്തിയത്? അതിനുവേണ്ടി എന്ത് റിസ്ക്കാണ് നമ്മൾ എടുത്തത്? നമുക്ക് കഴിയും നമ്മൾ വിചാരിച്ചാൽ. റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഞാനത് മിമ്പറിൽ സൂചിപ്പിച്ചിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എത്ര അധികം ആളുകളാണ് നേരത്തെ എത്തിയത്. നമ്മുടെ ഉള്ളിൽ എത്തണമെന്നൊരു ബോധമുണ്ടായിരുന്നു, ഒരു ചിന്തയുണ്ടായിരുന്നു, കൂടുതൽ കൂലി കിട്ടുന്ന സമയമാണെന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ നടക്കും. വൈകിപ്പിക്കരുത്. അതിന്റെ പൂർണ്ണത നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ഖുത്ബ തുടങ്ങിയ ഈ വാതിൽക്കൽ നിൽക്കുന്ന മലക്കുകൾ അവരുടെ ഏക ചുരുട്ടു വെക്കുന്നതാണ്. അതിന് നമ്മുടെ പേരുണ്ടാവില്ല. നമ്മുടെ ജുമാ കിട്ടാത്തവന്റെ പരിധിയിൽ വരുന്നല്ല പറഞ്ഞത്. ഇത് ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് കിട്ടുന്ന ഒരു വലിയ പ്രതിഫലാർഹമായ സംഗതിയാണ്. വെള്ളിയാഴ്ച ആ നിലക്ക് പരിഗണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ ഒരു പള്ളിയിൽ വന്നിരുന്ന അൽക്കഹഫ് ഓതാൻ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച പള്ളിയിൽ വന്നിരിക്കണമെന്നില്ല, വെള്ളിയാഴ്ച അൽക്കഹഫ് ഓതാൻ നമുക്ക് എത്ര ആഴ്ചയായി സാധിച്ചിട്ട് നമ്മളൊന്ന് ചിന്തിക്കണം. വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട്. ആ സമയത്തെ പ്രാർത്ഥന അല്ലാഹു ഒരിക്കലും തട്ടിക്കളയില്ല. അസർനേഷാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പോലുള്ള അറിവ് പറയാറുള്ളത്. ആ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാൻ എത്ര ആഴ്ചയായിട്ടുണ്ടാവും നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ സാധിച്ചിട്ട് മതപരമായ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നൽകുകയും പ്രാധാന്യം കൽപ്പിക്കുകയും അത് പരമാവധി
പെർഫെക്ഷനോടുകൂടി എന്താ പറയുക വൃത്തിയായി ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുകയും വേണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ വീഴ്ചകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുകയും രോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.